രാഷ്ട്രപതി ശബരിമലയിലേക്ക് വരുന്നു. ഇടവമാസ പൂജകൾക്കായി നട തുറക്കുന്ന അവസരത്തിൽ ഈ മാസം 14-ാം തീയതി നട തുറക്കും. 18-ാം തീയതിയോ 19-ാം തീയതിയോ ആയിരിക്കും രാഷ്ട്രപതി ദർശനം നടത്തുക. എന്തായാലും 14-ാം തീയതി തുറക്കുന്ന നട 19-ന് അടയ്ക്കും. അപ്പോൾ 18-ാം തീയതി ദ്രൗപദി മുർമു സന്നിധാനത്ത് താമസിക്കും. ഒരു രാഷ്ട്രപതി ആദ്യമായിട്ടാണ് ശബരിമല ദർശനം നടത്തുന്നത്. പ്രത്യേകിച്ച് അന്നേ ദിവസം അവിടെ താമസിക്കുന്നത് കൊണ്ട് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്താൻ പോകുന്നത്. കാട് മുഴുവൻ അരിച്ചു പറക്കിയുള്ള ഒരു സുരക്ഷ തന്നെ അവിടെ വേണ്ടിവരും. കാരണം ശബരിമല ഒരു കാനന ക്ഷേത്രമാണ്. ശബരിമല ദർശനം നടത്തുമ്പോൾ അതിൻ്റെ ചില പരമ്പരാഗത വഴികളുണ്ട്. പമ്പയിൽ നിന്ന് എന്തായാലും കാൽനടയായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഡോളി. പണ്ട് വി ഗിരി ശബരിമലയ്ക്ക് പോകാനായിട്ട് വന്നപ്പോഴാണ് ഡോളി വന്നത്. വി ഗിരി സംസ്ഥാന ഗവർണറായിരിക്കുന്ന അവസരത്തിൽ. അപ്പോൾ ദേവസ്വം ബോർഡിന് ഒരു സംശയം ഉണ്ടായിരുന്നു, അദ്ദേഹം മല കയറുമോ എന്നുള്ളത്. അതുകൊണ്ട് ഒരു 4 പേരെ ഏർപ്പാട് ചെയ്തു. 2 വലിയ കമ്പും ഒരു ചാരുകസേരയും കൂടെ. ആ ചാരുകസേര ആ കമ്പിൽ വെച്ച് കെട്ടി 4 പേര് ഇത് എടുത്തുകൊണ്ട് പ്രസിഡന്റിനെ അനുഗമിച്ചു. പ്രസിഡന്റും മകൻ ശങ്കറും ഉണ്ടായിരുന്നു കൂടെ. മകൻ ശങ്കർ 2 ഇടത്ത് വെച്ച് ഡോളിയിൽ കയറിയതായിട്ടാണ് പറയപ്പെടുന്നത്. നീലിമലയിലും അപ്പാച്ചിമേട്ടിലും വെച്ച്. ഇത് രണ്ടും കുത്തനെയുള്ള കയറ്റമാണ്. ഇപ്പോൾ പക്ഷേ ഈ കയറ്റത്തിനൊക്കെ ഒരല്പം അയവ് വന്നിട്ടുണ്ട്. പണ്ടായിരുന്നു ശരിക്കും കല്ലും മുള്ളും. ഇപ്പോൾ അതൊക്കെ മാറി വളരെ സുഖകരമായിട്ടുള്ള തറയാണ് നമുക്ക് ചവിട്ടിപ്പോകാനൊക്കെ സാധിക്കുന്നത്. പിടിച്ചു കയറാനൊക്കെ സൗകര്യവും ഉണ്ടെന്നുള്ളതാണ്. ഇതുകൂടാതെ മറ്റൊരു വഴി എന്ന് പറയുന്നത് അത് നീലിമല അപ്പാച്ചിമേട് പരമ്പരാഗത വഴിയാണ്. മറ്റൊരു വഴി സ്വാമി അയ്യപ്പൻ റോഡ് പമ്പയിലും തുടങ്ങി. ഇത് രണ്ടും വന്ന് ചേരുന്നത് മരക്കൂട്ടത്താണ്. മരക്കൂട്ടത്ത് നിന്ന് പിന്നീട് ചന്ദ്രാനന്ദൻ റോഡ് വഴി ശബരിമലയിലെത്താം. ചന്ദ്രാനന്ദൻ എന്ന് പറയുന്നത് സഖാവിൻ്റെ പേരിലുള്ള ഒരു റോഡാണ് കേട്ടോ. ശബരിമലയിൽ ഒരു സഖാവിൻ്റെ പേരിലോ ഒരു റോഡെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ചന്ദ്രാനന്ദൻ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം. അദ്ദേഹം ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന സമയത്താണ് ആലപ്പുഴയിൽ നിന്ന് ധാരാളം തൊഴിലാളികളെ അവിടെ കൊണ്ടുവന്ന് ആ ചന്ദ്രാനന്ദൻ റോഡ് വെട്ടിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ചന്ദ്രാനന്ദൻ റോഡ് എന്ന് വന്നിരിക്കുന്നത്. സഖാവ് ചന്ദ്രാനന്ദൻ എന്ന് ഏതായാലും ചേർത്തിട്ടില്ല. ഒരുപക്ഷെ പിണറായി എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചേർത്ത് കളയും. കാരണം ശബരിമലയിൽ ഒരു സഖാവിൻ്റെ പേരിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. ഒരുപക്ഷെ രാഷ്ട്രപതി വരാൻ സാധ്യത കൂടുതൽ കാണുന്നത് സ്വാമി അയ്യപ്പൻ റോഡ് വഴിയായിരിക്കും. അതുവഴി ഇപ്പോൾ ഈ ട്രാക്ടർ സൗകര്യമുണ്ട്. ശബരിമലയിലേക്കുള്ള ചരക്ക് നീക്കം നടത്തുന്നത് ട്രാക്ടർ വഴിയാണ്. പണ്ട് ഈ കഴുതകളുടെ പുറത്ത് ആണ് ഈ സാധനങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്, പിന്നെ തലച്ചുമടായിട്ട്. ഇപ്പോൾ അതൊക്കെ മാറി ട്രാക്ടർ വഴിയാണ്. നിരവധി ട്രാക്ടറുകളാണ് തീർത്ഥാടന കാലത്തും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ അവിടുത്തെ മറ്റ് മരാമത്ത് പണിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ എത്തിക്കുന്നതും ട്രാക്ടർ വഴിയാണ്. കൂടാതെ വനം വകുപ്പിൻ്റെയും മറ്റേ ആരോഗ്യ വകുപ്പിൻ്റെയും ഒക്കെ ആംബുലൻസ് ഉണ്ട്, ജീപ്പ് ആംബുലൻസ് ഉണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ സന്നിധാനത്ത് നിന്ന് പമ്പയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അത്യാഹിതം വല്ലതും ഉണ്ടായാൽ അതിനെ നേരിടാനും ഒക്കെയായിട്ട് ഒരു 15 മിനിറ്റ് കൊണ്ട് പമ്പയിൽ എത്തിച്ചേരും. ദ്രൗപദി മുർമു മിക്കവാറും പമ്പയിൽ നിന്ന് കെട്ടുനിറച്ച്, ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കെട്ടുനിറച്ച് അവിടെ നിന്ന് സന്നിധാനത്തേക്ക് നീങ്ങുന്നത് സ്വാമി അയ്യപ്പൻ റോഡ് വഴി ഈ ജീപ്പ് ആംബുലൻസിൽ കയറിയാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും കർശന സുരക്ഷയോടുകൂടി 2 വഴികളും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാനനപാതയും, അതായത് പരമ്പരാഗത വഴിയും, സ്വാമി അയ്യപ്പൻ റോഡ് വഴിയും. എന്തായാലും നിലയ്ക്കലിൽ വന്നായിരിക്കും ഹെലികോപ്റ്ററിൽ ഇറങ്ങുക. കുമരകത്ത് നിന്നായിരിക്കും വരുന്നതെന്നാണ് ഇപ്പോൾ അറിയുന്നത്. നിലയ്ക്കൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പമ്പ വരെ എത്താൻ 22 കിലോമീറ്റർ ഉണ്ട്. അത് റോഡ് മാർഗം തന്നെയായിരിക്കും.
പിന്നീട് പോകുന്നത് പരമ്പരാഗത വഴിയിൽ ഈ പറഞ്ഞ പോലെ നടന്നോ പിന്നെ ഡോളി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ആംബുലൻസ് ഉപയോഗിച്ചോ ആയിരിക്കാം. ഇനിയും ഇത് മുൻപൊരിക്കൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കെ ഈ ശബരിമല ദർശനം നടത്തണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ സന്നിധാനത്തിൽ ഹെലിപ്പാഡ് വരെ നിർമ്മിച്ചു. പക്ഷേ ഇതിനകത്ത് പരിസ്ഥിതി പ്രവർത്തകരുടെ വലിയ ഇടപെടൽ, അതിശക്തമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ അവിടെ ഹെലിപ്പാഡ് നിർമ്മിച്ച് അങ്ങനെ അവിടെ വന്ന് ഇറങ്ങി ദർശനം നടത്തി പോകാനായിരുന്നു. പക്ഷേ സുരക്ഷാ വിഭാഗം അത്തരത്തിലുള്ള പദ്ധതി ഇടുകയും വൻ എതിർപ്പാണ് ഉണ്ടായത്. എതിർപ്പ് കാരണം പിന്മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് ആരും തന്നെ ഈ ഹെലികോപ്റ്റർ സന്നിധാനം വരെ എത്തിക്കുക എന്നുള്ള തീരുമാനം കൊണ്ടുവന്നിട്ടില്ല. ശരംകുത്തിയിലാണ് അത് ഹെലിപ്പാഡ് നിർമ്മാണം വരെ നടത്തിയത്. എന്തായാലും നിലയ്ക്കലിൽ വന്നിറങ്ങാം. ഇടയ്ക്ക് നമുക്കറിയാം, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ BJP ഘടകം പ്രധാനമന്ത്രിയെ സന്നിധാനത്ത് എത്തിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ശ്രമവും നടത്തി. പക്ഷേ സുരക്ഷാ കാരണങ്ങളാൽ അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം നരേന്ദ്രമോദിയുടെ ദർശനവും പിന്നീട് ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപനവും ഒരുപക്ഷെ ശബരിമലയ്ക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ്. ഇനിയും അതിന് സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ പ്രധാനപ്പെട്ടവരൊക്കെ തന്നെ ദർശനം നടത്തുമ്പോൾ അത് ശബരിമലയുടെ പ്രശസ്തി ഒന്നുകൂടെ കൂടുകയാണ്. ഒരുപക്ഷെ രാജ്യത്തിനപ്പുറത്തേക്കും ഇപ്പോൾ തന്നെ വിദേശങ്ങളിൽ നിന്നും ഭക്തർ ശബരിമലയിൽ എത്തുന്നുണ്ട്. ഇന്ത്യയുടെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തരുടെ വരവുണ്ട്. കൂടുതലായിട്ടുള്ളത് തമിഴ്നാട്, കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇത് കൂടുതലായിട്ട് ഇനിയിപ്പോൾ വ്യാപിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇത് ശബരിമലയുടെ പ്രശസ്തി വർദ്ധിക്കുന്നു, തീർത്ഥാടകരുടെ എണ്ണം കൂടുന്നു, കേരളത്തിൻ്റെ വിപണിയും ഒന്നുകൂടെ ഉണരുകയും ചെയ്യുമെന്നുള്ളതാണ്. 2 മാസത്തെ തീർത്ഥാടന കാലം, പിന്നീട് എല്ലാ മലയാള മാസവും ആദ്യത്തെ 5 ദിവസം, കൂടാതെ ഓണം, വിഷു ഇങ്ങനെയുള്ള വിശേഷ അവസരങ്ങളിലും ഉത്സവവും, ഈ അവസരങ്ങളിലൊക്കെയാണ് നട തുറന്നിരിക്കുക. അപ്പോൾ ശബരിമലയിലെ എന്ന് പറയുന്നത് പ്രത്യേക തരത്തിലാണ് അതിൻ്റെ പ്രതിഷ്ഠയും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് തന്നെയാണ് ശബരിമലയിലെ യുവതീ പ്രവേശം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രപതിയെ സംബന്ധിച്ചിടത്തോളം 66 വയസ്സാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള തടസ്സമൊന്നും അവിടെ നേരിടുന്നില്ല. അപ്പോൾ തീർത്ഥാടന കാലത്തേതുപോലെ തന്നെ വിവിധ സൗകര്യങ്ങളാണ് ഇപ്പോൾ സുരക്ഷാ വിഭാഗം എല്ലായിടങ്ങളിലും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശബരിമല ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്ര പദവിയിലേക്ക് പോലും ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നത്.